ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആളുകൾ മഴയുടെ വിഷയത്തിൽ വരൾച്ച സങ്കടപ്പെടുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിൽ ഒരു മിമ്പർ സ്ഥാപിക്കാൻ കൽപ്പിക്കുകയും ആളുകളോട് ഒരു ദിനം അവിടേക്ക് പുറപ്പെടുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സൂര്യോദയം നടന്ന ശേഷം തിരുനബി പുറപ്പെട്ടു, മിമ്പറിൽ ഇരുന്നു. അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം തുടർന്നു. പ്രസംഗം അവസാനിപ്പിച്ച് തിരുദൂതർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു യഫ്അലു മാ യുരീദ് അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ ഗനിയ്യു വനഹ്നുൽ ഫുഖറാ അൻസിൽ അലൈനൽ ഗൈസ് വജ്അൽ മാ അൻസൽത ലനാ ഖുവ്വതൻ വബലാഗൻ ഇലാ ഹീൻ എന്നിങ്ങനെ ദുആ ചെയ്തു. ഇരു കരങ്ങളും ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ തുടർത്തി. തൻ്റെ മുതുകുഭാഗം ജനങ്ങളിലേക്ക് തിരിച്ച് ഉത്തരീയം തലയിൽ തിരിച്ചിട്ട് കൈകൾ ഉയർത്തി ദുആ ചെയ്തുകൊണ്ടേ ഇരുന്നു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളിലേക്ക് ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അതാണ് നമ്മുടെ വിഷയം. ഫഅൻഷ അല്ലാഹു സഹാബതൻ ഫറഅദത് വബറഖത് സുമ്മ അംതറത് ബിഇദ്നില്ലാഹ്. അതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാർമേഘത്തെ സൃഷ്ടിച്ചു. ഫഅൻഷ അല്ലാഹു സഹാബതൻ ഫറഅദത്, ആ കാർമേഘം ഇടിമുഴക്കി. വബറഖത്, ആ കാർമേഘം മിന്നൽ തീർത്തു. സുമ്മ അംതറത്, പിന്നീട് ആ കാർമേഘം മഴ വർഷിപ്പിച്ചു. എല്ലാം ബിഇദ്നില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദവും വേണ്ടുകയും പ്രകാരമാണ് സംഭവിച്ചത്. തുടർന്ന് മഹദി പറയുന്നുണ്ട്, മുസല്ലയിൽ നിന്ന് തിരുദൂതർ തൻ്റെ മസ്ജിദിലേക്ക് എത്തുമ്പോഴേക്ക് ഹത്ത സാലത്തി സുയൂൽ എന്നാണ്, ജലപ്രവാഹം ഉണ്ടായി എന്നാണ്. അത്രക്ക് മഴ വർഷിക്കുകയുണ്ടായി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയൊരു പ്രഖ്യാപനം, അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നി അബ്ദുല്ലാഹി വ റസൂലുഹു. അള്ളാഹു മാത്രമാകുന്നു എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണ് എന്ന കാര്യവും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം. തിരുദൂതർ ദുആ ചെയ്തു. അത്ഭുതകരമാം വിധം മാനത്ത് കാർമേഘം കനത്തു, ഇടിവെട്ടി, മിന്നൽ ഉണ്ടായി, മഴ നന്നായി പെയ്തു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കെൽപ്പാണ്, അള്ളാഹുവിൻ്റെ കഴിവാണ്, കരുത്താണ് എന്ന് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഞാൻ ഈ സംഭവത്തെ ഉദ്ധരിച്ചത്, കാർമേഘം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ദർശിക്കുവാനും അനുഭവിക്കുവാനും ഉണ്ട് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്.